ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഈ റീലിൻ്റെ അകത്ത് നിന്ന് ഒടിഞ്ഞ ഒരു സാധനമാണ് കേട്ടോ. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ് നമ്മുടെ ഈ ലോക്ക് പ്രസ്സായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സാധനം. നമ്മൾ ഒരു തവണ ഇങ്ങനെ ലോക്ക് പ്രസ് ചെയ്യുമ്പോൾ ഈ സാധനം അവിടെ ഉള്ളിലൊരു ഗിയറുണ്ട്, ആ ഗിയറിൽ കയറി ലോക്കാവും ഈ സാധനം. അതിനാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത്. നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഇതിപ്പോൾ ത്രെഡ് എന്ത് ഉണ്ടോ. ഇതാണ് നമ്മുടെ നൂല് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കയറിപ്പോകുന്ന സാധനം. ഇതാണ് കേട്ടോ. ഇതിങ്ങനെ കറക്കുമ്പോൾ ഇതിങ്ങനെ കറങ്ങി വരും. ഉണ്ടോ. അപ്പം ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇങ്ങനെ കറക്കുമ്പോൾ ഇതുണ്ട്, ഇതിൻ്റെ അകത്തുനിന്നൊരു കമ്പി ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരുന്നുണ്ടോ. ഈ കമ്പിയാണ് നമ്മുടെ നൂലിനെ ഇവിടെ ഉടക്കി ലോക്ക് ചെയ്ത് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത്. നമുക്കിത് അഴിച്ച് ഇത് കാണിച്ചു തരാം. ഈ സാധനം ഇതുണ്ട്, നമ്മളിതിൻ്റെ തുമ്പത്തൊരു ബോൾട്ടുണ്ടോ, അതൊന്ന് നൈസായിട്ട് പ്ലെയറിനൊന്ന് പിടിച്ച് അഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ സാധനം അതേപോലെ പുറത്തേക്ക് ഇടണം. ഇതിൻ്റെ ലോക്കാണ് കേട്ടോ. ലോക്ക് സാധനം പതിയെ എടുക്കുക. അതുണ്ടോ, ഇതിൻ്റെ അകത്തും കുറേ ഐറ്റമൊക്കെ ഉണ്ട്. കണ്ട, നമ്മളിടുമ്പോൾ ഈ കറക്റ്റ് ഈ ഒരു വെട്ട് വരുന്നുണ്ടോ, ഹോളിൻ്റെ അവിടെ ഒരു കോർണർ ഒരു കട്ടിങ് ഉണ്ടോ, ആ കട്ടിങ് ലെവൽ ചെയ്ത് വേണം ഇതിൻ്റെ അകത്തിട്ട് ഇടാനായിട്ട് തിരിച്ചിടുമ്പോൾ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സാധനം ഇങ്ങനെ നൈസായിട്ട് ഊരി വരും. പിന്നെ ഇതാണ് നമ്മുടെ ലോക്കിംഗ് സിസ്റ്റം. ഈ സാധനം നമ്മൾ പ്രസ് ചെയ്യുമ്പോഴാണ് ഈ ഉള്ളിലെ ഈ സാധനം ഇരിക്കുന്ന ഇവിടെയാണ്. ഇതിങ്ങനെ ഉള്ളിലേക്ക് കയറി ഇരിക്കുന്ന സാധനമാണ് ഉണ്ടാ. ആ ഉള്ളിലേക്ക് കയറി ഇരിക്കാനായിട്ട് ഇവിടെ ഒരു ലോക്കല്ല, ഈ ഒരു ഹോളുണ്ട്. ഈ ഹോള് നമുക്ക് വലിയ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റിയൊരു സാധനം ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഇപ്പോൾ ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഈ വരുന്ന റെയിലിൻ്റെ മാക്സിമം വരുന്നൊരു പ്രശ്നമാണ്, മിനിമം എപ്പോഴും നമുക്കുണ്ടാകുന്നൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സാധനം ഒടിഞ്ഞു പോകും. കാരണം നമ്മൾ എത്രത്തോളം ഫോഴ്സ് കൊടുത്തത് കറക്കുന്നതിനനുസരിച്ച് ഇത് ഇവിടെ നിന്ന് ഒടിഞ്ഞു പോകും. ഇതെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ സാധനമല്ല, ഇതങ്ങനെ ഒടിഞ്ഞു പോയതാണ്. ഇപ്പം നമുക്കിനി ഇത് കാശിന് കൊള്ളുമല്ലോ ഈ സാധനം. മാക്സിമം നമ്മൾ ഈ ഒരു റീല് വാങ്ങിക്കാതിരിക്കുക. കുറച്ചുകൂടെ വില കൂടിയ സ്റ്റാൻഡേർഡുള്ള റീല് യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ സാധനം. നമുക്കിതിപ്പോൾ ഇത് വെക്കാനായിട്ട് നോക്കുകയാണ് നമ്മൾ, പക്ഷേ അത് നടക്കില്ല ഇത് വെക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്കിവിടെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിലേ ഉള്ളൂ. ഇതുണ്ടോ, ഇങ്ങനെ ലോക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ സാധനം കയറി ലോക്കാവും. ഇതിൻ്റെ അകത്ത് ഈ വരുന്ന കട്ടിങ് ഉണ്ടോ, ഒരു ഗിയർ സിസ്റ്റം കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുണ്ട, ഈ രണ്ട് പല്ല് കയറിയാണ് ഇതിനിങ്ങനെ ലോക്ക് ചെയ്യും. ഇതിനിങ്ങനെ ലോക്ക് ചെയ്യുമ്പോൾ പിന്നെ ഇത് ബാക്കിലോട്ട് കറങ്ങൂല. അതാണ് നമ്മൾ ഇതുകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ നൂലിങ്ങനെ റിലീസായിട്ട് വരുന്നതിൻ്റെ കാര്യം. ഇതുകൊണ്ടാണ്. പക്ഷേ ഇതിപ്പോൾ ഒടിഞ്ഞു പോയി. ഇത് നമുക്ക് വെച്ച് കാണിച്ചു തരാം. ഇതുണ്ടോ, നീ ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കേണ്ട താമസമുള്ളൂ. കണ്ടോ, കറങ്ങുന്നുണ്ടോ, കാണിച്ചു തരാം. ഇതുണ്ടോ, കറങ്ങും. ഇത് നമ്മൾ ലോക്ക് ഇവിടെ നിന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവൻ കയറി ലോക്കാവും. പിന്നെ നമ്മൾ നൂലിങ്ങനെ ഫ്രീ ആയിട്ട് റിലീസ് ആകത്തില്ല. അതാണ് സംഭവം. നമുക്കിത് അഴിച്ചെടുത്താൽ ഇത് ഫുള്ള് സെറ്റ് അഴിച്ചെടുക്കാമെന്നാണ്. നമുക്ക് വേറെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെയാണ് റെഡിയാക്കി എടുക്കാം, പക്ഷേ ഇതിപ്പോൾ ഒന്നും നടക്കില്ല. ഇതുണ്ടോ, ഇത് നൈസായിട്ട് ബാക്കിലോട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഊരിപ്പോരും. ഉണ്ടോ, നമുക്കിതും ഫ്രീ ആയിട്ട് ഊരിയെടുക്കാം. നമുക്ക് മൊത്തം അഴിച്ചിട്ടിട്ടുണ്ട് ഇപ്പം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ സാധനം അഴിക്കാൻ പറ്റും. ഈ സാധനം അഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോക്കൊന്ന് വിടിയിച്ചാൽ മതി. ഈ ലോക്ക് വിടിയിച്ചിട്ട് നമുക്ക് തന്നെ അടുത്തൊരു വീഡിയോയിൽ ഇത് അഴിക്കുന്ന വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് സിമ്പിളായിട്ട് റീസെറ്റ് ചെയ്ത് വെക്കാവുന്ന കാര്യമുള്ളൂ. ഇവിടെയാണ് ഞാൻ പറയുന്നുണ്ട് ഈ സാധനത്തിൻ്റെ വാല്യൂ. ഇത് പോയതാണ് നമുക്ക്. കണ്ടോ, ഇതിങ്ങനെ കയറി ലോക്കാണ് ഈ സാധനം. അതിനാണ് ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതുണ്ട്, ഒരു ഗ്രൂവ് ഉണ്ട്. ആ ഗ്രൂവിലേക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും. ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം
ഇതിങ്ങനെ വെച്ച് കൊടുക്കുക, ഈ സാധനം ഉള്ളിലേക്ക് ഇടുക, എന്നിട്ട് ഈ സാധനം ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. തിരിച്ച് സാധനം ഇങ്ങനെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ കറക്റ്റ് ലോക്ക് അതിൽ വീഴാത്തുണ്ട് കേട്ടോ. കണ്ടോ, ലോക്കായി. ഇത് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ കറക്റ്റ് അത് ലോക്കിൽ ഉണ്ടോ. ഇതിപ്പോൾ തെറിച്ചും പോയി. ഈ സാധനം ഇങ്ങനെ ഇരിക്കും, നമുക്ക് പിന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ സാധനം ഇവിടെ വരുന്ന സാധനമാണ്. ഇതിപ്പോൾ പോയിട്ടുണ്ട്, നമുക്കിനിപ്പോൾ ഇതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് മാറ്റിയിട്ട് ഇനിയിപ്പോൾ ഇത് നമ്മളങ്ങനെ റീസെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതുണ്ടായിരുന്ന ഇത് വെച്ചിട്ട് തന്നെ കാണിച്ചു തരാമായിരുന്നു, പക്ഷേ ഇതിപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ ഒക്കില്ല. ബാക്കി ഇത് സിമ്പിളായിട്ട് തന്നെ ഇത് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് വെച്ച് കൊടുക്കുമ്പോൾ ഒരു മറ്റേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രൂ ഉണ്ടോ, ഈ ഗ്രൂവിൽ കറക്റ്റായിട്ട് ഇത് ഇങ്ങനെ തന്നെ കയറണം. ഇങ്ങനെ തന്നെ കയറിയാൽ കറക്റ്റ് ആ പ്രോസസ്സ് അവിടെ നടക്കുള്ളൂ. ഇതിപ്പോൾ കറക്റ്റായിട്ട് കയറി. ഇതുണ്ടോ, ഉള്ളിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ് ഉണ്ടോ ഇട്ട്. പിന്നെ നമുക്ക് അടുത്തായിട്ട് ഈ ഐറ്റം ഇടുക, നട്ട് ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ട്, ഇതിപ്പോൾ ഇതിൻ്റെ അകത്തിന് ഒന്നും ചെയ്യാനില്ല. ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് നൂല് കെട്ടണമെങ്കിൽ സിമ്പിളാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ അകത്തൊരു നൂല് വലിച്ചു കെട്ടിയിട്ട് ജസ്റ്റ് നൂലൊന്ന് ജസ്റ്റ് വലിച്ചു പിടിച്ചിട്ട് ഇതൊന്ന് കറക്കി കൊടുക്കുക. നൂല് കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് കയറും. നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ കഴിഞ്ഞതേ നമുക്ക് ഇത് വെച്ച് കൊടുക്കണം. ഇത് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൂ ഉണ്ടോ, ഇത് ഇവിടെ കയറേണ്ട സാധനമാണ്. ഇവിടെ കണ്ടോ കയറി. ഇത് കയറുന്നതിന് മുന്നേ നമ്മുടെ ലോക്കിംഗ് സിസ്റ്റം കറക്റ്റായിട്ടൊന്ന് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഉള്ള പരിപാടി. കറക്റ്റായിട്ട് കയറിയിട്ടില്ല. ഇപ്പോൾ കറക്റ്റായിട്ട് കറക്റ്റുണ്ട്. നമുക്ക് ചടച്ച് കൊടുത്താൽ മതി. ഇത് ത്രെഡ്, ഇതൊക്കെ പ്ലാസ്റ്റിക്, ഇതൊക്കെ ചുമ്മാ ത്രെഡൊക്കെ ഷോ ആണ്. ഇത്ര ഉള്ളു പരിപാടി കഴിഞ്ഞു. കണ്ടോ, അത് പിന്നെ കറക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ലോക്കിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫ്രീ ആയിട്ട് പോകും. ജസ്റ്റ് ഇങ്ങനെ കറക്കി കൊടുക്കുമ്പോഴത്തേക്കും പിന്നെ ഈ ലോക്ക് കയറി ഇതിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ കറങ്ങത്തില്ല. നൂല് റിലീസായി പുറത്തേക്ക് പോകത്തുമില്ല ഫ്രീ ആയിട്ട്. അത് ഞെക്കി കഴിഞ്ഞാൽ ഈ ലോക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എയിം ചെയ്ത് അടിക്കാൻ പറ്റുന്നതാണ് മെയിൻ. അതാണ് ഇത്ര ഉള്ളൂ എൻ്റെ പരിപാടി. മെക്കാനിക്സ് ഇത്ര ഉള്ളൂ. അപ്പോൾ താങ്ക് യു.